പഠിപ്പിക്കുന്ന സാറെന്ന നിലയിൽ സിദ്ധു ഒന്ന് ചിരിച്ചപ്പോൾ അവനത് മൈൻഡ് ചെയ്യാതെ കാറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് പുറകിൽ വരുന്ന സാക്ഷിയുടെ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും അവൻ കണ്ടത്. ഇത്രയും നേരം എവിടെയായിരുന്നു സാക്ഷി നീ? പെട്ടെന്നുള്ള അമ്മയുടെ ചോദ്യത്തിന് അവളൊന്ന് പതറി. അമ്മേ, അത് പിന്നെ വൈച്ചുവോ? ആരുടെ വൈച്ചു? വൈച്ചു കണ്ണേട്ടൻ്റെ അനിയനാണമ്മേ. കോളേജിൽ നിന്നപ്പോൾ പെട്ടെന്നാണ് വൈച്ചുവിൻ്റെ സ്കൂളിൽ നിന്നും വിളിച്ചത്. അവന് പനി കൂടി എന്ന് പറഞ്ഞു. കണ്ണേട്ടന് നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കൂടെ പോയി ഹോസ്പിറ്റൽ വരെ. നേരത്തെ വരാൻ നിന്നതാണ്, പക്ഷേ മഴയായപ്പോൾ കണ്ണേട്ടനാണ് പറഞ്ഞത് വീട്ടിൽ കൊണ്ടുവിടാമെന്ന്. അത് പറയാനാണമ്മേ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചത്. അപ്പോഴൊന്നും അമ്മ ഫോൺ എടുത്തില്ല. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രദാസ് നോക്കിയത് വനജയെയാണ്. എന്നാൽ അവർക്കൊരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. എന്തായാലും ഇനി ഇങ്ങനെ താമസിക്കാൻ നിൽക്കണ്ട. ആദ്യമായിട്ടല്ലേ? മോനാണോ സിദ്ധാർത്ഥ്? അതെ അച്ഛാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അനിയൻ മാത്രം. ബാക്കിയുള്ളവർ? അച്ഛൻ അമ്മ ഇല്ല. ശരിയച്ഛാ, ഇറങ്ങട്ടെ. അനിയൻ ഹോസ്പിറ്റലാണ്, വേറെ ആരുമില്ല അവിടെ. ഇതും പറഞ്ഞ് കണ്ണുകൊണ്ട് സാക്ഷിയോട് യാത്ര പറഞ്ഞു പോയി അവൻ. ഏട്ടനെന്ന് സാക്ഷിയുടെ വീട്ടിൽ പോയോ? പോയി. എന്നിട്ട് എന്താകാൻ? നിന്റെ കല്യാണക്കാരൻ സംസാരിച്ചു. ചന്ദ്രനങ്കിൾ ചോദിച്ചു എനിക്ക് കല്യാണത്തിന് താല്പര്യമുണ്ടോ എന്ന്. ഏട്ടൻ എന്ത് പറഞ്ഞു? ഏത് സമയവും അവൾ ആ സിദ്ധാർത്ഥിൻ്റെ കൂടെയാണ്. അവൻ്റെ കൂടെ കറക്കവുമെല്ലാം ഉണ്ട്. ഇന്ന് ഞാൻ അതെൻ്റെ കണ്ണിൽ കാണുകയും ചെയ്തു. അവളുടെ എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആദ്യം കല്യാണത്തിന് സമ്മതിച്ചത്. ഇനി എനിക്ക് അങ്ങനെയൊരു കല്യാണത്തിന് താല്പര്യമില്ല എന്നും പറഞ്ഞു. പിന്നെ നിന്റെ കല്യാണത്തിന് മുൻപ് തന്നെ അവളുടെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്താനും പറഞ്ഞു. ദച്ചുവേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? ആദ്യം അവൻ കുറേ ദേഷ്യപ്പെട്ടു. പിന്നെ അവൻ്റെ അമ്മ നമ്മളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ചന്ദ്രനങ്കിൾ ഒന്നും മിണ്ടിയില്ല. എല്ലാം കഴിഞ്ഞ് ഞാനിറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ അവളെ കൊണ്ടുവിടാൻ വന്നു. ഏട്ടന് ഒട്ടും കുറ്റബോധം തോന്നുന്നില്ലേ? അമ്മയുടെ വാക്കനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? സച്ചി ഒരു പാവമല്ലേ ചേട്ടാ? ആർക്കും അവളൊരു ദ്രോഹവും ചെയ്യാറില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി. സത്യം പറഞ്ഞ അവൾ ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ കോളേജിൽ ഞാൻ കണ്ടത് സിദ്ധുവേട്ടൻ അവളുടെ കൂടെ കൂടിയതിൽ പിന്നെയാണ്. സിദ്ധുവേട്ടൻ അവനും സാക്ഷിയുമൊക്കെ ഒരേ വെള്ളത്തിൽ സഞ്ചരിച്ചവരാണ്. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? അവനും ആരുമില്ല. പിന്നെ സാക്ഷിയെ കെട്ടി പുണ്യാളനാകാനൊന്നും എനിക്കൊട്ടും താല്പര്യമില്ല. അവളേക്കാൾ നല്ല ബന്ധം എനിക്ക് വേറെ വരും. ചന്ദ്രനങ്കിളിൻ്റെ സ്വത്തെല്ലാം ദീക്ഷിതിനുള്ളതാണ്. അതിൽ എവിടെ നിന്നോ വന്ന അവൾക്ക് അവകാശം പറയേണ്ട കാര്യമില്ല. നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഓവർ സെൻറ്റിമെൻറ്റ്സ് നീ കാണിക്കാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് ആയുഷ് അകത്തേക്ക് കയറിപ്പോയി. എന്തുകൊണ്ടോ ആരുവിന് ഇവരെ ചെയ്യുന്നതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. എന്ത് കാര്യത്തിനാണ് ഒരു പാവം പെണ്ണിനോട് ഇങ്ങനെ? അല്ലെങ്കിൽ തന്നെ അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇന്നാണ് കോളേജിലെ ആർട്സ് ഡേ. സിദ്ധു അർജുനൊക്കെ കുറേ ദിവസമായി അതിൻ്റെ ഓട്ടത്തിലാണ്. എത്ര തിരക്കാണെങ്കിലും എന്നും രാത്രി സാക്ഷിയെ വിളിക്കാൻ അവൻ സമയം കണ്ടെത്തും. അത് തന്നെ അവൾക്ക് ധാരാളമായിരുന്നു. വൈകിട്ടായിരുന്നു സാക്ഷിയുടെ ഡാൻസ്. അത് കാണാൻ ദീക്ഷിതും ചന്ദ്രനും പിന്നെ വനജയും വന്നു. ദീക്ഷിതും ചന്ദ്രനും സാക്ഷി സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. സാക്ഷിയുടെ സ്പെഷ്യൽ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ വിച്ചു രാവിലെ തന്നെ ഹാജരിട്ടു. ആരവും ഉണ്ടായിരുന്നു മത്സരത്തിന്. അതുകൊണ്ട് തന്നെ ആയുഷും കുടുംബവും കൂടി ഉണ്ടായിരുന്നു. ഗ്രീൻ റൂമിൽ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിരുന്നപ്പോഴാണ് വിച്ചു അവിടേക്ക് വന്നത്. ആ, എൻ്റെ അമ്മാള് ഇന്ന് ഭയങ്കര സുന്ദരിയായല്ലോ. കണ്ണാപ്പി കണ്ടോ ഇത്? ഇല്ല, കണ്ണേട്ടൻ സ്റ്റേജിലെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ബിസിയാണ്. ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. എന്താ എൻ്റെ അമ്മാളുവിന് വിഷമമുണ്ടോ അതിന്? ഒന്ന് ആക്കി വിച്ചു ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ അവളൊന്ന് കുഴഞ്ഞു. സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സത്യം പറഞ്ഞ അവന് തൻ്റെ ഡാൻസ് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങനെയൊരു വേഷം കിട്ടിയത്. അച്ഛനെയും അമ്മയെയും ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നത്. എന്നിട്ട് ആ ആൾ ഇതുവരെ ഈ പരിസരത്തേക്ക് എത്തി നോക്കിയതുപോലുമില്ല. എപ്പോഴാ നിന്റെ ഡാൻസ് എന്ന് ചോദിച്ചതുപോലുമില്ല. ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് അവളുടെ മുഖം വാടി. സ്റ്റേജിൻ്റെ ബാക്കിൽ തൻ്റെ ഊഴം കാത്ത് നിൽക്കുമ്പോഴാണ് ഒരു കൈവന്ന് തന്നെ ചേർത്ത് പിടിച്ചത്. പെർഫ്യൂം മണത്തിൽ തന്നെ അത് ആരാണെന്ന് നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി. എങ്കിലും ഇതുവരെ തന്നെ ഒന്ന് നോക്കിയില്ല എന്ന കാരണം കൊണ്ട് ഉള്ളിലെ സന്തോഷം മറച്ചു പിടിച്ചു അവൾ.
എന്താ സച്ചു നിന്റെ മുഖം ഇങ്ങനെ ബലൂൺ പോലെ ഇരിക്കുന്നത്? ഓ, മിണ്ടില്ല എന്ന് ഉറപ്പാണല്ലേ? പിന്നെ ഒന്നും നോക്കാതെ ചെക്കൻ അവസാനത്തെ ആയുധം തന്നെ എടുത്തു. കുറ്റിത്താടി കൊണ്ട് സാക്ഷിയെ ഇക്കിളിയിടാൻ തുടങ്ങി. വേണ്ട കണ്ണേട്ടാ, മതി. നിന്റെ പിണക്കം മാറിയോ? കാതിൻ്റെ അടുത്ത് വന്ന് നിന്ന് അവൻ ചോദിച്ചതും സിദ്ധുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ. കണ്ണേട്ടാ, ടെൻഷനൊന്നും വേണ്ട, നന്നായി കളിക്കണേ നീ, ഞാൻ മുന്നിൽ തന്നെ കാണും. ഇതും പറഞ്ഞ് സച്ചുവിൻ്റെ കവളിൽ തട്ടി മുന്നിലേക്ക് പോയി അവൻ. കർട്ടൻ പൊങ്ങിയപ്പോൾ സാക്ഷി ആദ്യം നോക്കിയത് സിദ്ധുവിൻ്റെ മുഖത്തേക്കാണ്. അവൻ്റെ മുഖത്തെ ചിരി കണ്ടതും പതിയെ അത് അവളിലേക്കും വ്യാപിച്ചു. സ്പീക്കറിൽ നിന്നും വരുന്ന പാട്ടിനനുസരിച്ച് സച്ചി വേറെ ഒരു ലോകത്തേക്ക് തന്നെ പോയി. ആദ്യമായി സാക്ഷിയുടെ ഡാൻസ് കാണുന്ന എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സിദ്ധുവിന്. അവളുടെ ഓരോ ചലനവും പരിസരം പോലും മറന്നാണ് അവൻ നോക്കി നിന്നത്. ഡാൻസ് കഴിഞ്ഞതും സിദ്ധു ഓടിപ്പോയി അവളെ ചേർത്ത് പിടിച്ചു. ഓസം പെർഫോമൻസ് സച്ചു. അപ്പോഴേക്കും അവിടെ വിച്ചുവും സ്നേഹയും എല്ലാവരും വന്നിരുന്നു. മേക്കപ്പ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രൂപ്പ് ഡാൻസിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. ഡാ, ഞാൻ ഡാൻസ് കണ്ടിട്ട് വരാമേ, നീ ഇവിടെ തന്നെ കാണണം കേട്ടോ. ഇതും പറഞ്ഞ് സ്നേഹയെ അവിടെ നിർത്തിയിട്ട് സച്ചി സ്റ്റേജിൻ്റെ ഒരു സൈഡിലേക്ക് നടന്നു. അവിടെ നിന്നും എത്തി വലിഞ്ഞ് സ്റ്റേജിലേക്ക് നോക്കുന്നതിൻ്റെ ഇടയിൽ സൈഡിൽ നിൽക്കുന്ന ചെക്കന്മാരുടെ വഷളൻ നോട്ടം അവരുടെ നേരെ നീളുന്നത് സാക്ഷി കണ്ടില്ല. അതിലൊരുത്തൻ അവിടെ അടുത്തേക്ക് വരാൻ പോയതും ആ സ്ഥലത്തേക്ക് സിദ്ധു കയറി നിന്നതും ഒരുമിച്ചായിരുന്നു. സിദ്ധുവിൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ രംഗം പന്തിയല്ല എന്ന് കണ്ട് അവർ പോയി. തൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയാണ് സാക്ഷി തിരിഞ്ഞു നോക്കിയത്. സിദ്ധുവിനെ കണ്ട് അവളൊന്ന് ചിരിച്ചെങ്കിലും അവൻ്റെ മുഖം ആ നിമിഷം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. എന്താടി പുല്ലേ, ഡ്രസ്സ് മാറ്റാൻ പോയവൾ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നത്? അവൻ്റെ ചോദ്യത്തിൽ ഒന്നും മനസ്സിലാകാതെ സിദ്ധുവിനെ തന്നെ നോക്കി നിന്നു അവൾ. എന്താ കണ്ണേട്ടാ ഇങ്ങനെ? ഞാൻ ഡാൻസ് ബാക്കി പറയാൻ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവളെ കൊണ്ട് അവൻ ഒരു റൂമിലേക്ക് കയറിയിരുന്നു. പകച്ചുപോയ സാക്ഷി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും സാക്ഷിയെ നോക്കി തന്നെ അവൻ അവളുടെ അഴിഞ്ഞു കിടക്കുന്ന ബാക്ക് നോട്ട് കെട്ടിക്കൊടുത്തു. മര്യാദയ്ക്ക് ഇതൊക്കെ നോക്കി വേണം വെളിയിലേക്ക് ഇറങ്ങാൻ, അല്ലാതെ. ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ വാ പൊത്തി. സോറി കണ്ണേട്ടാ, പെട്ടെന്ന് പാട്ട് കേട്ടപ്പോൾ ഇറങ്ങി വന്നതാണ്, ശ്രദ്ധിച്ചില്ല ഞാൻ, മൈ മിസ്റ്റേക്ക്, ഇനി വഴക്ക് പറയല്ലേ. ഇതും പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോൾ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് അവളെ വാത്സല്യത്തോടെ തലോടി അവൻ. അവൻ നിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി സച്ചു, അതാ ഞാൻ അങ്ങനെ, സോറി. ഇതിൻ്റെ ഇടയിൽ ഡോർ ആരോ ലോക്ക് ചെയ്തതൊന്നും അവരറിഞ്ഞില്ല. തങ്ങളുടേതായ ലോകത്തായിരുന്നു സാക്ഷിയും സിദ്ധുവും. പറയാതെ അറിയുന്ന പ്രണയം. വലിയൊരു ശക്തിയോടെ ഡോർ തുറക്കുന്നത് കണ്ടാണ് സാക്ഷി സിദ്ധുവിൽ നിന്നും അകന്നു മാറിയത്. അപ്പോഴും സിദ്ധു അവളെ ചേർത്ത് പിടിച്ചിരുന്നു. മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് സാക്ഷിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന അവസ്ഥയായിരുന്നു. ചന്ദ്രദാസ്, ദീക്ഷിത്, വനജ, ആയുഷ്, പിന്നെ ആയുഷിൻ്റെ കുടുംബവും. ഇതിനാണോടി നീ ഡാൻസ് ഉണ്ട്, എല്ലാവരും വന്നില്ലെങ്കിൽ മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞത്? അച്ഛാ, ഞാൻ വേണ്ട, ഒരു അക്ഷരം മിണ്ടരുത്. എങ്കിൽ ഈ നിമിഷം ഞാൻ പറയുവാ, പോയി മരിക്കേ നീ. എന്തിനാ ഇങ്ങനെയൊരു മോൾ എനിക്ക്? ആയുഷ് പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ നീ എൻ്റെ വിശ്വാസം തകർത്തു. അതെങ്ങനാ? അമ്മയുടെ സ്വഭാവമല്ലേ മോള് കാണിക്കൂ. പിഴച്ചുണ്ടായതിൽ നിന്നും ഇതിലും നല്ല സ്വഭാവമൊന്നും ആരും പ്രതീക്ഷിക്കരുത്. അപ്രതീക്ഷിതമായി ആയുഷിൻ്റെ അമ്മ ദേവകി അത് പറഞ്ഞതും ഇത്ര നാളും പൂട്ടിവെച്ച രഹസ്യം അറിയേണ്ട ആൾ തന്നെ അറിഞ്ഞതിൻ്റെ ഞെട്ടലിലായിരുന്നു ചന്ദ്രദാസ്. ഇവരെന്താണിപ്പോൾ സംസാരിച്ചത് എന്ന് നോക്കി ഒന്നും മനസ്സിലാകാതെ സിദ്ധു നിന്നപ്പോൾ ദേവകി പറഞ്ഞതിൻ്റെ അർത്ഥം തേടുകയായിരുന്നു സാക്ഷി. ഇതെല്ലാം ഒപ്പിച്ച ആള് അവിടെ സാക്ഷിയുടെ കണ്ണു നിറഞ്ഞത് കണ്ട് ആനന്ദം കണ്ടെത്തി. എല്ലാവരുടെയും മുന്നിൽ ഒരിക്കൽ അവൾ അപമാനിച്ചതിനുള്ള പ്രതികാരം. അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച സിദ്ധുവിൻ്റെ കൈകൾ അവനിൽ എന്തിനോ വേണ്ടി അസ്വസ്ഥതയുണ്ടാക്കി.